നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണിത്. സ്വർണ്ണക്കൊള്ളയിൽ ഡി മണി എന്നറിയപ്പെടുന്ന ഒരു നിഴൽ വ്യക്തിയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനാണ് ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡിസംബർ 25 വ്യാഴാഴ്ച ഡി മണിയുടെ സഹായി തമിഴ്നാട് വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ദിണ്ടിഗൽ ബാലമുരുകൻ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇയാളുടെ മുഖ്യ ഇടപാട് വിഗ്രഹ കച്ചവടമാണ്. കള്ളക്കടത്ത് ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണ് ഡി മണി. തനിക്ക് കിട്ടിയ രഹസ്യ വിവരങ്ങൾ രമേശ് ചെന്നിത്തലയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത്. തുടർന്ന് മലയാളിയായ ഒരു പ്രവാസി വ്യവസായിയെ അന്വേഷണ സംഘം കാര്യങ്ങളറിയാനായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിശദ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഡി മണിയെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ നിരീക്ഷണവും അന്വേഷണവും ആരംഭിക്കുന്നത്. പുരാതന വസ്തുക്കളുടെ വ്യാപാരിയായി ചെന്നൈയിലും ദിണ്ടിഗലുമൊക്കെ അറിയപ്പെടുന്ന ബാലമുരുകൻ തന്നെയാണ് ഡി മണി എന്ന് പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം ഉറപ്പിച്ചു. ദുബായിൽ ബാലമുരുകൻ അറിയപ്പെടുന്നത് ഡി മണി എന്ന പേരിലാണ്. ചിലർ അയാളെ ദുബായ് മണിയെന്നും ചിലർ ദാവൂദ് മണിയെന്നും വിളിക്കുന്നു. ദിണ്ടിഗൽ ബാലമുരുകനെ തിരുവനന്തപുരത്ത് SIT ആസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ. ചോദ്യം ചെയ്തതിന് ശേഷം ഇയാൾ തിരികെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു എങ്കിലും തമിഴ്നാട് പോലീസിൻ്റെ കർശന നിരീക്ഷണത്തിലാണ് ഇയാൾ ഇപ്പോൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസ് സംഘം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഡി മണി എന്ന വിവരം തമിഴ്നാട് പോലീസിനെ അറിയിച്ചു. തുടർന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് പോലീസ് സംവിധാനം ഇയാളെ പൂർണ്ണമായി നിരീക്ഷിക്കുന്നു. തങ്ങളുടെ വല ഭേദിച്ച് ഇനി ദിണ്ടിഗൽ ബാലമുരുകൻ രക്ഷപ്പെടില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. എന്നാൽ ഇയാളുടെ പശ്ചാത്തലത്തെയും ഇയാളുടെ ഇടപാടുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യാത്മകമായി സൂക്ഷിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഡി മണി കുടുങ്ങുന്നതോടെ ഇയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിരവധി രഹസ്യങ്ങളുടെ ചുരുളഴിയുമെന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ദുബായിലുള്ള മലയാളി വ്യവസായി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ. ജയലളിതയുമായി ബന്ധമുള്ള ആളുകളാണ് ഡി മണിയെയും കൂട്ടാളികളെയും തനിക്ക് പരിചയപ്പെടുത്തിയതെന്നാണ് പ്രവാസി മലയാളിയുടെ മൊഴി. ചുരുക്കത്തിൽ വിഗ്രഹ കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സംഘം വളരെ വേരോട്ടമുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലെ ചെന്നൈയിലും പിന്നെ ദുബായിലുമൊക്കെ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന വലിയൊരു പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ അനാവൃതമായിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല മാത്രമായിരുന്നില്ല ഈ സംഘത്തിൻ്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉറപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രങ്ങളിലൊന്നായ തിരുവനന്തപുരം പത്മനാഭസ്വാമി ടെമ്പിളും ഇവർ ലക്ഷ്യമിട്ടിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ കടത്താൻ കൃത്യമായ പദ്ധതികൾ ഇവർ തയ്യാറാക്കി. ശബരിമലയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹങ്ങൾ കൊള്ളയടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ഡി മണി എന്നത് ഒരു ഓമന പേര് മാത്രം. ഇയാളുടെ യഥാർത്ഥ പേര് പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നു. 2019-20 കാലഘട്ടത്തിൽ ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇയാളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് കടത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ അതിശക്തമായി ഉയർന്ന ആരോപണം. ഈ ആരോപണം ശരിവയ്ക്കുന്ന തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം ഘടിപ്പിച്ചു. കേരളത്തിൽ നിന്ന് ഏകദേശം 1000 കോടി രൂപയുടെ തട്ടിപ്പിന് സംഘം പദ്ധതിയിട്ടിരുന്നു. US, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഗൾഫ് എന്നിവിടങ്ങളിലെ സ്വകാര്യ ശേഖരണക്കാരുമായി ഇതിനായി ഈ സംഘം വിലപേശൽ നടത്തി. വിഗ്രഹക്കടത്ത് ശൃംഖലകൾ അപൂർവ ക്ഷേത്ര കലാസൃഷ്ടികൾക്കായി കോടികൾ നൽകാൻ തയ്യാറാണ് എന്നും NRI വ്യവസായി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ദുബായിലെത്തിക്കുകയും പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് കടത്തുകയും ചെയ്തുവെന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് സ്വർണ്ണപ്പാളികൾക്കും വിഗ്രഹങ്ങൾക്കും അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ വലിയ വില ലഭിക്കും. അധോലോക വഴികളിലൂടെയാണ് ഈ വിഗ്രഹങ്ങളുടെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബാങ്ക് ഇടപാടുകളോ പ്രത്യക്ഷ തെളിവുകളോ ഇവർ അവശേഷിപ്പിക്കില്ല. ചുരുക്കത്തിൽ ഈ കേസ് അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യങ്ങളുടെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു CBI അന്വേഷണം തന്നെയാണ് ഈ കേസിൽ അഭികാമ്യം.
ഇത് സ്ഥിരീകരിക്കുന്ന തലത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. കാണാതായ സ്വർണത്തിന്റെ അളവിനെക്കുറിച്ചും അന്വേഷണത്തിൽ വരുന്ന കാലതാമസത്തെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും വ്യക്തതയില്ലായ്മയെക്കുറിച്ചുമൊക്കെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ വിദേശത്തേക്ക് കടത്തുകയും തുടർന്ന് പെട്ടെന്ന് കൃത്രിമമായി തയ്യാറാക്കിയ ചെമ്പുപാളികളിൽ സ്വർണം പൂശി ശ്രീകോവിലിലേക്ക് കൊണ്ടുവരികയുമായിരുന്നുവെന്നതാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ അനുമാനിക്കുന്നത്. ഇത്തരമൊരു നിർണായക ചോദ്യം പരിഹരിക്കണമെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ നിലവിലുള്ള സ്വർണം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ലബോറട്ടറിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതിന്റെ റിപ്പോർട്ട് കിട്ടണം. അവിടെ ഏതെങ്കിലും തലത്തിലുള്ള പകരം വയ്ക്കൽ നടന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഇത്തരം വിശദമായ ഒരു പരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. ദിണ്ടിഗൽ ബാലമുരുകന് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സംഘടനയുമായി അടുത്ത ബന്ധമുണ്ട്. ആളുകളെ കടത്തുന്ന കേസടക്കം നിരവധി ആരോപണങ്ങൾ മുൻപ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അയ്യപ്പ വിശ്വാസികളെ അമ്പരപ്പിക്കുന്ന തലത്തിലാണ് ഓരോ ദിവസവും ഓരോരോ വെളിപ്പെടുത്തലുകളും തെളിവുകളുമൊക്കെ ഈ കേസിൽ പുറത്തേക്ക് വരുന്നത്. പലതും അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ അന്വേഷണ വഴികളിലൂടെയല്ല പുറത്തേക്ക് വന്നത്. സുപ്രധാനമായ പല വെളിപ്പെടുത്തലുകളും തികച്ചും ആകസ്മികം. അതുകൊണ്ട് തന്നെ അവിശ്വസനീയ സാഹചര്യങ്ങളിലൂടെ ഈ കേസ് തെളിയുമ്പോൾ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ ഇടപെടൽ ഈ കേസിന് പിന്നിലുണ്ട് എന്ന് ഭക്തർ വിശ്വസിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. വിരുദനഗറിൽ നിന്നുള്ള ശ്രീകൃഷ്ണൻ തന്നെയാണ് ഡി മണിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുത്തുന്നത്. പിന്നീട് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ സഹായവും ഇവർക്ക് ലഭിച്ചുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ പലതും ഞെട്ടിക്കുന്നതാണ്. ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില ഫോൺ നമ്പറുകൾ പോലീസിന് വീണ് കിട്ടി. കേരളത്തിൽ ഈ സംഘം ബന്ധപ്പെടുന്നവരുടെ ഫോൺ നമ്പറുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഉന്നതനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ദിണ്ടിഗൽ ബാലമുരുകൻ തന്നെയാണ് ഡി മണി എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു. വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണനാണ് കേരളത്തിൽ ഇവരുടെ കച്ചവടങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. ഇനി ഉറപ്പിക്കേണ്ടത് തിരുവനന്തപുരത്ത് ഡി മണി എത്തിയോ എന്ന കാര്യം. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും ശബരിമലയിലെ ഉന്നതനും ചേർന്ന് ഗൂഢാലോചന നടത്തിയത് എന്ന മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പ്രാഥമിക വിവരശേഖരണത്തിൽ ഡി മണി തിരുവനന്തപുരത്തെത്തി എന്ന് പോലീസ് സംഘം ഉറപ്പിക്കുന്നു. സുപ്രധാനമായ മറ്റു ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ശബരിമലയിലുണ്ടായിരുന്ന 4 പഞ്ചലോഹ വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇപ്പോൾ ശബരിമലയിലില്ല എന്ന സൂചന ശക്തം. ശബരിമലയിൽ നിന്നുള്ള 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ പുരാവസ്തു മാഫിയയ്ക്ക് വിറ്റു എന്നതാണ് വ്യവസായിയുടെ മൊഴി. ഇപ്പോൾ വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണനും ഇക്കാര്യം ശരിവെക്കുന്നു. ഡി മണിയെ പ്രാഥമികമായി ചോദ്യം ചെയ്ത അന്വേഷണ സംഘം അയാളെ തിരുവനന്തപുരത്തേക്ക് തൂക്കിക്കൊണ്ടുവന്ന് വിശദമായി കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയിടുന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ മാത്രമായിരിക്കില്ല കേരളത്തിൽ നിന്ന് വ്യാപകമായി അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖറാണ് ഇത്തരമൊരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. സുപ്രധാനമായി ഈ അന്വേഷണ ഘട്ടത്തിൽ ഡി മണി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കുറ്റവാളികളുടെ പേരുകൾ കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നതോടെ CBI അന്വേഷണം തന്നെയാവും അഭികാമ്യമെന്ന് ഭക്തർ പറയുന്നു. ദിണ്ടിഗൽ ബാലമുരുകൻ എന്ന ഡി മണിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ അന്വേഷണ സംഘം ജയിലിലെത്തി. ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും ഡി സുധീഷ് കുമാറിനോടും ഇക്കാര്യം വീണ്ടും ആരാഞ്ഞു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവന്ന വാർത്തകൾ ശരിവെക്കും വിധമാണ് ഇവർ ജയിലിൽ വെച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. വിവരങ്ങൾ അത്രയും SIT പരിശോധിച്ചു വരുന്നു. ദിണ്ടിഗൽ ബാലമുരുകൻ തമിഴ്നാട്ടിലെ പ്രമുഖ ആഭരണ വ്യാപാരിയാണ്. ഇയാൾക്ക് വലിയ സാമ്പത്തിക സ്വാധീനവും അന്താരാഷ്ട്ര ബന്ധങ്ങളുമുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. രമേശ് ചെന്നിത്തലയുടെ മറ്റൊരു വെളിപ്പെടുത്തലും ഇപ്പോൾ ഞെട്ടലോടെയാണ് കേരളം കേൾക്കുന്നത്. N. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് പുരാവസ്തുക്കൾ ലേലം ചെയ്യാൻ നീക്കം നടന്നുവെന്നും പ്രതിപക്ഷ നേതാവായിരിക്കെ താൻ
ഇടപെട്ട് ഇക്കാര്യങ്ങൾ തടഞ്ഞു എന്നുമാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇവിടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധനായ വിഗ്രഹക്കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ ശൃംഖലയ്ക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള പരിശോധനയും അന്വേഷണ സംഘം നടത്തുന്നത്. ഡി മണി എന്ന പേര് നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലോ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലോ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയാണ് ഇപ്പോൾ ദിണ്ടിഗൽ ബാലമുരുകൻ എന്ന ഡി മണിയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരും കൽപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും പേരിലായിരുന്നോ ഇയാൾ ഇത്തരം ഇടപാടുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ നടത്തിയിരുന്നത് എന്ന പരിശോധനയും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം നടത്തുന്നു. ഇത്രയും കാലം വെറും 3 പ്രതികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കേസാണ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലോടെ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തു സംഘവുമായി വളർന്നു കയറുന്നത്. അതുകൊണ്ട് തന്നെ അത്യന്തം ജാഗ്രതയിലാണിപ്പോൾ സർക്കാരും. സൂക്ഷ്മമായി കേസ് നിരീക്ഷിക്കുന്നു. കേസിൽ ഉൾപ്പെട്ടവരെ ഒരു കാരണവശാലും ഇനി രക്ഷിക്കാൻ കഴിയില്ല എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വീണ്ടും ബെല്ലാരിയിൽ SIT പരിശോധന നടത്തി. ഗോവർദ്ധന്റെ റോത്തം ജുവല്ലറിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ ദിവസവും എത്തിയത്. ശബരിമലയിലെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. നേരത്തെ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കടത്തിയതല്ല എന്ന മൊഴിയാണ് ഗോവർദ്ധൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ സ്വർണം എവിടെ? അത് പലർക്കായി ആഭരണങ്ങളുടെ രൂപത്തിൽ വിറ്റു എന്ന ഗോവർദ്ധന്റെ മൊഴി ഒട്ടും വിശ്വാസത്തിലെടുത്തിട്ടില്ല അന്വേഷണ സംഘം. ഡി മണിയുടെ പേരുകൂടി ഉയർന്നു വന്നതോടെ ശങ്കർദാസും വിജയകുമാറും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി. അവരെവിടെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ ധാരണയുമില്ല എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. എന്നാൽ സർക്കാർ തന്നെയാണ് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നതിന് പിന്നിൽ. ചോദ്യം ചെയ്യലിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ശങ്കർദാസും വിജയകുമാറും. ചോദ്യം ചെയ്യലിനായി SIT കസ്റ്റഡിയിലെടുത്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ അവർക്ക് ഭയമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വരുന്നതുവരെ അന്വേഷണ സംഘത്തിന് പിടികൊടുക്കാതെ നിൽക്കാനാണ് ശങ്കർദാസും വിജയകുമാറും ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനം. ഇതേ കേസിൽ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും അഴിക്കുള്ളിലാക്കുകയും ചെയ്തിരുന്നു. ഒരേ കേസിൽ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന SIT പിന്നീട് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഗൂഢാലോചനയും കുറ്റകൃത്യവും ബോർഡ് അംഗങ്ങൾ ഒരുമിച്ചാണ് സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ ഒരു വ്യക്തിയെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ എന്ത് ലോജിക് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കോടതിയുടെ പരാമർശത്തിന് പിന്നാലെ ശങ്കർദാസിനും വിജയകുമാറിനും വീണ്ടും ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചു അന്വേഷണ സംഘം. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ശങ്കർദാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അറസ്റ്റിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നതനുസരിച്ചായിരിക്കും ഇനിയുള്ള ഇവരുടെ നീക്കങ്ങൾ. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ നിരസിച്ചാൽ ഹൈക്കോടതിയിലേക്ക് ചെല്ലുക, ഹൈക്കോടതി നിരസിച്ചാൽ നേരെ സുപ്രീം കോടതിയിലേക്ക്. അതാണ് ഇരുവരുടെയും കണക്കുകൂട്ടൽ. എന്തായാലും ശങ്കർദാസും വിജയകുമാറും ആകെ അട്ടപ്പടലം വെട്ടിലാണ്. 2 തവണ നേരത്തെ നോട്ടീസ് നൽകിയിട്ടും ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരാവാത്തത് ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 2 ഉന്നത IPS ഉദ്യോഗസ്ഥർ SITയുടെ മേൽ ഈ കേസന്വേഷണം അട്ടിമറിക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. സ്വർണ്ണക്കൊള്ള ഓരോ ദിവസവും കത്തുകയാണ്. ദിണ്ടിഗൽ ബാലമുരുകൻ എന്ന ഡി മണിയെ തിരുവനന്തപുരത്തെത്തിച്ച് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കേരളം കരുതുന്നത്. അതിലപ്പുറം പത്മകുമാറിന് ചിലതൊക്കെ വെളിപ്പെടുത്താനുണ്ട് എന്നിക്കഴിഞ്ഞ ദിവസം SIT അറിയിച്ചു. അതെന്താണ് എന്നറിയാൻ കേരളം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.